നമസ്കാരം, ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് ആർ ബി എന്നുള്ളതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. ബിക്കോസ് പുതിയ ആർ ബിയുടെ ഗവർണർ ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായിട്ടുള്ള ആർ ബിയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ആണ്. അത് നാളെയാണ്, വെള്ളിയാഴ്ചയാണ് ഈ പറഞ്ഞത് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്നത്തെ ന്യൂസ് പേപ്പർ, ഹിന്ദു ന്യൂസ് പേപ്പർ എഡിറ്റോർ പേജിൽ നമുക്കൊരു സെക്ഷൻ, ഒരു കോളം ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു ടോപ്പിക് എക്കണോമി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നമ്മൾ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുവന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക്കും കാൽബലിയ ട്രൈബിനെ കുറിച്ചിട്ട് ഇന്നത്തെ പത്രത്തിനകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കാൽബലിയ ട്രൈബ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അവരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ട്. കാൽബലിയ ഡാൻസ് എന്നൊക്കെ പറയുന്നത് UPSC ആണെങ്കിൽ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. രാജസ്ഥാനിൽ ആണ് ഇവർ, രാജസ്ഥാനിലെ താർ ഡെസേർട്ടിലാണ് കൂടുതലായിട്ട് ഇവർ, നൊമാഡിക് കമ്മ്യൂണിറ്റിയാണ് കൂടുതലായിട്ട് ഇവരെ കാണപ്പെടാറുള്ളത്. ഈ ഒരു ട്രൈബിനെ കുറിച്ചുള്ള അവരുടെ ആ ഒരു ഡാൻസിനെ കുറിച്ച് നമുക്ക് കൾച്ചറിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ തേർഡ് ആർട്ടിക്കിൾ ന്യൂസ് പേപ്പറിലെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോർ പേജിൽ വന്നിരുന്ന ആർട്ടിക്കിളാണ് റൈസ് ഓഫ് UPI പേയ്മെന്റ്സിനെ കുറിച്ചിട്ട്. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് UPI പേയ്മെന്റുകളുടെ സിഗ്നിഫിക്കൻസും അതുപോലെ തന്നെ അവയിലുണ്ടായ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട അവയിലൂടെ നമ്മുടെ എക്കണോമിയിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഇവ ഫേസ് ചെയ്യുന്ന കുറച്ച് ചലഞ്ചസ്, ഇങ്ങനെയുള്ള ടോപ്പിക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് ആയിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്നതായിരിക്കും. ദെൻ ഫോർത്ത് ടോപ്പിക്ക് ഒരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക്കിന്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സയൻസ് ആൻഡ് ടെക്കിനകത്ത് രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, സയൻസും ഉണ്ട്, അതുപോലെ തന്നെ ടെക്നോളജി ഉണ്ട്. ഈ ടെക്നോളജി തന്നെ നമുക്ക് ഡിഫൻസ് പർപ്പസ് ആയിട്ടുള്ള ടെക്നോളജീസിന്റെ ഒരു പെർസ്പെക്റ്റീവ് പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ ഡിഫൻസിന്റെ പെർസ്പെക്റ്റീവ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നത്. ബിക്കോസ് ആ ഒരു ടോപ്പിക്ക് നമ്മുടെ മിലിറ്ററിയുടെ ഒരു ന്യൂസ് ആണ്. സ്ട്രൈക്കർ ആർമേർഡ് ഇൻഫൻട്രി കോമ്പാറ്റ് വെഹിക്കിൾസ്, നമ്മൾ US നിർമ്മിതമായിട്ടുള്ള വെഹിക്കിൾസ് ആണിത്. ഇത് നമ്മൾ ഇന്ത്യ വാങ്ങാൻ പോകുന്നു എന്ന രീതിയിൽ അതിന്റെ ഫൈനലൈസേഷൻ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ വാർത്ത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ 4 ടോപ്പിക്കും പഠിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു മോഡൽ MC കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക്കാണ് ടഫ് കോൾ ദ റുപ്പീസ് സ്ലൈഡ് കംഫോൺസ് മോണിറ്ററി പോളിസി മേക്കേഴ്സ് ടാസ്ക് എന്നുള്ള ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ മെയിൻലി നമ്മൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ പറയുവാണ്. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം ജസ്റ്റ് സൂചിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ RBI ഗവർണർ ഈ പറഞ്ഞ പോലെ അധികാരമേറ്റതിന് ശേഷം, അതായത് പുതിയ RBI ഗവർണർ ഒരുപക്ഷെ നിങ്ങൾ പേരൊക്കെ ഓർക്കുന്നുണ്ടാവും, സഞ്ജയ് മൽഹോത്ര എന്നുള്ളതാണ്. ഇതിന് മുമ്പത്തെ ആളുടെ പേരായിരുന്നു ശക്തികാന്ത ദാസ്. പുതിയ ആളാണ്. അദ്ദേഹം ഫോർമർ റവന്യൂ സെക്രട്ടറി കൂടിയായിരുന്നു. ഈ പറഞ്ഞ രീതിയിൽ പുതിയ RBI ഗവർണറായ സഞ്ജയ് മൽഹോത്ര അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ആണ് എന്നുള്ളതിന്റെ പ്രത്യേകത കൂടി ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിനുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത്, ഈ കറന്റ് നമ്മുടെ എക്കണോമിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു സ്ലോ ഡൗൺ ഫേസിലൂടെയാണ് എക്കണോമി കടന്നു പോകുന്നത്. അതായത് നാട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ട്. മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മുടെ ഗ്രോത്ത് വിലയിരുത്തുകയാണെങ്കിൽ ഒരു സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് എക്കണോമി ഇപ്പോൾ കണ്ടുവരുന്നത്. അതായത് ഓൾ ടുഗദർ പറയുവാണെങ്കിൽ ഒരു സ്റ്റാഗ്നന്റ് ഗ്രോത്ത് ഫിനോമിനൻ ആണ് ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ കണ്ടുവരുന്നത്. സ്റ്റാഗ്നന്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്ഫ്ലേഷൻ എന്നുള്ള സിറ്റുവേഷൻ പറയുവാണെങ്കിൽ ഗ്രോത്ത് സ്റ്റാഗ്നന്റ് ആണ്, ഇൻഫ്ലേഷൻ ഉണ്ട് താനും. ഇത് വരാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 വർഷത്തോളമായി RBI അവരുടെ ഈ പറഞ്ഞ പോലെ പോളിസി റേറ്റുകളിൽ ഒന്നും തന്നെ മാറ്റം വരുത്തിയിട്ടില്ല. പോളിസി റേറ്റുകളിൽ ഉദ്ദേശിക്കുന്ന റിപ്പോ റിവേഴ്സ് നിരക്കുകളിൽ ഒന്നും തന്നെ RBI പ്രധാനമായിട്ടും മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു അക്കോമഡേറ്റീവ് സ്റ്റാൻഡ് ആണ് ഇത്ര നാളായിട്ടും ഏകദേശം 1.5 വർഷമായിട്ട് RBI പിന്തുടർന്നു പോരുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ലിക്വിഡിറ്റിയുടെ ഒരു ചെറിയൊരു ക്രൈസിസ്, വിച്ച് മീൻസ് എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ ഫോംസുകൾക്ക്, ബിസിനസ്സുകൾ അല്ലെങ്കിൽ കമ്പനികൾ, ഇവയ്ക്കൊക്കെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഫണ്ടുകൾ കിട്ടാനായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. വിച്ച് മീൻസ് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലുള്ള ഫോംസ്, ബിസിനസ് ആളുകളൊക്കെയാണ്. അപ്പൊ അവരുടെ കയ്യിൽ ഫണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്കണോമിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ അളവിനെ അത് ബാധിച്ചേക്കാം. എക്കണോമിയിൽ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ അത് ബാധിക്കും. അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ എക്കണോമിയിൽ ഒരു ഗ്രോത്ത് നെഗറ്റീവ് ആയിട്ട് പോകാനായിട്ടുള്ള, മീൻസ് ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് പോകാനായിട്ടുള്ള ചാൻസും വളരെ വളരെ കൂടുതലാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ നാളത്തെ ആ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ RBI ഒരു തരത്തിൽ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി മെഷർ അഡോപ്റ്റ് ചെയ്തേക്കും എന്ന രീതിയിലേക്ക് വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിക്കേണ്ടത്. അതിന് എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്നതിനെ കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം എന്താണ് ഈ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കത് മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇതൊക്കെ ഇത്രയും വാർത്തകളിലേക്ക് ഉള്ളത് കാരണം പരീക്ഷകൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സോ ദ മോണിറ്ററി പോളിസി കമ്മിറ്റി വാസ് സെറ്റപ്ഡ് ആഫ്റ്റർ എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് RBI അബൌട്ട് ദ കണ്ടക്ട് ഓഫ് ന്യൂ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക്. അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4% നമ്മൾ ഇൻഫ്ലേഷൻ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എക്കണോമിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന പോലെ നടത്താൻ പറ്റത്തില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഒരു ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണ്. ഫ്ലെക്സിബിൾ ഇൻ ദ സെൻസ് വി ആർ അലൗവിംഗ് ടോളറൻസ് ഓഫ് +or -2%. +or -2% ടോളറൻസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് 2 മുതൽ 6% അതായത് 4 + 2 എന്ന് പറയുന്നത് 6, 4 - 2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 to 6% എന്നുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ലെവലാണ് നമ്മൾ
ഇപ്പോൾ നിലവിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മെത്തേഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 5 വർഷത്തേക്കാണ് നമ്മൾ ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. 2016 ആദ്യമായിട്ട് നമ്മൾ ഇത് കൊണ്ടുവന്നത്. 2016 കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും 2021 ആ 5 ഇയർ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2021 വീണ്ടും ഒരു പോളിസി മീറ്റിംഗ് കൂടിയതിനു ശേഷം വീണ്ടും ഒരു 5 ഇയേഴ്സ്, അതായത് അണ്ടിൽ 2026 നമ്മൾ ഈ റേറ്റ് തന്നെയാണ് ഇനി പിന്തുടരാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗും കറസ്പെൻഡിംഗ്ലി നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ഈ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് മുകളിലാണെങ്കിൽ അതിനെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക, ഇതിൽ താഴെയാണെങ്കിൽ ഈ റേസ് ചെയ്ത് ഈ മുകളിൽ ഈ ലെവലിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ചെയ്യുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി നമ്മൾ 2016 ലോഞ്ച് ചെയ്തെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതിനു മുമ്പ് 2016 മുമ്പ് ഇങ്ങനെ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി ആസിച്ച് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നില്ല. RBIയുടെ കീഴിൽ തന്നെ ഒരു എക്സ്പേർട്ട് പാനൽ കമ്മിറ്റി ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഇതിന് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBI ആക്ട് 1934 ആണ് ഈ ഒരു ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പവർ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് ചെറിയൊരു അമെന്റ്മെന്റും കൂടെ നമ്മൾ വരുത്തിയിട്ടാണ് കൊടുത്തത്. നോൺ ആസ് ഫിനാൻസ് ആക്ടിലൂടെ അതിന് ചെറിയ അമെന്റ്മെന്റ് ഒക്കെ കൊടുത്ത് ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പവർ കൊടുത്തിരിക്കുന്നതാണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക്. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു 6 അംഗ കമ്മിറ്റി ആയിരിക്കണം, 6 മെമ്പർ കമ്മിറ്റി ആയിരിക്കണം. ഇവരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ രാജ്യത്തെ ബെഞ്ച് മാർക്ക് പോളിസി റേറ്റുകൾ, അതായത് റിപ്പോ റേറ്റുകളൊക്കെ തന്നെ ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ നാട്ടിൽ ഡീഫ്ലേഷൻ ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് റിപ്പോ നിരക്കുകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഐ മീൻ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ ദെൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ കോമ്പോസിഷൻ അറിഞ്ഞിരിക്കണം. 6 മെമ്പർ കമ്മിറ്റിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിനകത്ത് ഈ 6 പേരിൽ 3 പേര് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും RBIയുടെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരായിരിക്കും. അതിനകത്ത് എക്സ് ഒഫീഷ്യോ ആരുണ്ടാവും? RBI ഗവർണർ ഉണ്ടാവും, ആൻഡ് ഹി വിൽ ബി എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് ദിസ് കമ്മിറ്റി. ദെൻ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ഉണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ഡെപ്യൂട്ടി ഗവർണർ ഇൻ ചാർജ് ഓഫ് മോണിറ്ററി പോളിസി ആയിരിക്കും ഒരാൾ. പിന്നെ മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ 1 ഒഫീഷ്യൽ നോമിനേറ്റഡ് ബൈ RBIയുടെ ബോർഡ് നോമിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും. ആൻഡ് ദെൻ റിമൈനിങ് 3 മെമ്പേഴ്സ് വിൽ ബി റെപ്രസെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പം ബാക്കി 3 പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഇതിനകത്ത് എക്സ്റ്റേണൽ മെമ്പേഴ്സ് ഉദ്ദേശിക്കുന്ന RBIയുടെ ഉദ്യോഗസ്ഥരല്ലാത്ത ബാക്കി 3 പേരുണ്ടല്ലോ, അവരുടെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 4 വർഷമായിരിക്കും. 4 വർഷം കഴിയുമ്പോൾ അവർ മാറും. മറ്റു 3 പേര്, RBIയുടെ 3 പേരെന്ന് പറയുന്നത് അവർ RBIയുടെ ഓഫീസിൽ ആ പോസ്റ്റിൽ അവർ തുടരുന്ന കാലത്തോളം അവർ ആ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ അംഗമായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ പുതിയ RBI ഗവർണർ വരുന്നു. ഈ RBI ഗവർണർ എന്ന് പറയുമ്പോഴേക്കും ഇത്ര നാളത്തേക്കാണ് അദ്ദേഹം RBI ഗവർണർ ആയിട്ടിരിക്കുന്നത്, അത്ര നാൾ അദ്ദേഹം ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മെമ്പർ ആയിരിക്കും. മേ ബി 1 വർഷം കഴിയുമ്പോൾ അദ്ദേഹം മാറുവാണ്, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ അദ്ദേഹം മാറുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ആ പോസ്റ്റിൽ നിന്ന് മാറും. അല്ലെങ്കിൽ അദ്ദേഹം 4 വർഷമാണ് അവിടെ നിൽക്കുക, അല്ലെങ്കിൽ 5 വർഷമാണ് പോസ്റ്റ് ഉണ്ടെങ്കിൽ 5 വർഷം അദ്ദേഹം ഈ ഒരു കമ്മിറ്റിയിലെ മെമ്പർ ആയിരിക്കും. അപ്പൊ RBIയുടെ ഉദ്യോഗസ്ഥർ അവർ ആ പോസ്റ്റിൽ തുടരുന്ന നാളും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിരിക്കും. ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികളെ ഈ പറഞ്ഞ പോലെ ആ ഒരു 3 പേര് ഈ പറഞ്ഞ പോലെ 4 വർഷത്തേക്കായിരിക്കും അവരെ മീൻസ് അപ്പോയിന്റ് ചെയ്യുന്നത്. then ഇതിനകത്ത് കോറം എന്ന് പറയുന്നത് മിനിമം ഇത്ര പേരുണ്ടെങ്കിൽ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ന് പറയുന്നത് 4 പേരാണ്. 4 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ഹോം ഷാൽ ബി ദ ഗവർണർ. അതിനകത്ത് ആ 4 പേരിൽ ഒരാൾ ഗവർണർ ആയിരിക്കണം. അദ്ദേഹം ഇല്ല എങ്കിൽ ഇൻ ഹിസ് ആബ്സെൻസ് ഡെപ്യൂട്ടി ഗവർണർ ഹു ഇസ് എ മെമ്പർ ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി. അപ്പം ഗവർണറാണ് 4 പേരുടെ ഓർത്തിനകത്ത് അദ്ദേഹം ഒരാൾ ഉണ്ടായിരിക്കണം. ഇനി എങ്ങാനും ഇൻ കേസ് അദ്ദേഹത്തിന് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഡെപ്യൂട്ടി ഗവർണർ. ഈ ഇത്രയും പേരെങ്കിലും ഇല്ലെങ്കിൽ ഈ പറഞ്ഞാൽ നമുക്ക് ആ യോഗം കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കാര്യം ഓർത്തിരിക്കണം. ഇനി മോണിറ്ററി പോളിസി കമ്മിറ്റി എടുക്കുന്ന ഡിസിഷൻ ഒക്കെ തന്നെ മജോറിറ്റിയുടെ വോട്ടിങ്ങിലൂടെയാണ്. അതിൽ ത്രൂ മജോറിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അവർ ഡിസിഷൻ ഒക്കെ തന്നെ പാസ്സാക്കുന്നത്. ഇനി 6 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയിൽ മജോറിറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. 3-3 എന്നുള്ളൊരു, അല്ലെങ്കിൽ 3 പേര് അംഗീകരിക്കുന്നു, 3 പേര് എതിർക്കുന്നു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാമല്ലോ. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ടൈ വരുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇവിടെ ആർക്കും തന്നെ ഒരു വീറ്റോ പവർ ഇല്ല, അതായത് ഈ പറഞ്ഞ പോലെ വോട്ട് എതിർക്കുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ ഇതിനിവിടെ ഒരു കാസ്റ്റിംഗ് വോട്ട് കൊടുത്തിട്ടുണ്ട്. RBI ഗവർണർക്ക് ഇവിടെ ഒരു കാസ്റ്റിംഗ് വോട്ട് കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഇങ്ങനെ ഒരു ടൈ സിറ്റുവേഷൻ വരുവാണെങ്കിൽ RBI ഗവർണർ ഏത് ഡിസിഷനോടെയാണോ നിലനിൽക്കുന്നത് ആ ഡിസിഷൻ ആയിരിക്കും അവിടെ പാസ്സാകാനായിട്ട് പോകുന്നത്. ദാറ്റ്സ് കോൾഡ് കാസ്റ്റിംഗ് വോട്ട്, ഓർ സെക്കൻഡ് വോട്ട് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ദെൻ മോണിറ്ററി പോളിസി കമ്മിറ്റി എടുക്കുന്ന ഡിസിഷൻസ് RBIയുടെ മുകളിൽ ബൈൻഡിങ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാന്നാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്. സോ ഡിസിഷൻസ് ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി വുഡ് ബി ബൈൻഡിങ് ഓൺ RBI എന്നുള്ള കാര്യം കൃത്യമായിട്ടും മനസ്സിലേക്ക് വെച്ചേക്കാം. ഇത്രയാണ് നമുക്ക് ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത എന്താണ് എക്സ്പാൻഷറി മോണിറ്ററി പോളിസി കൂടെ നമുക്ക് പഠിക്കാം. എക്സ്പാൻഷറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഒരു അക്കോമഡേറ്റീവ് ആയിട്ടുള്ള മോണിറ്ററി പോളിസിയാണ്. അക്കോമഡേറ്റീവ് ഇൻ ദ സെൻസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻഫ്ലേഷനെയാണ് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഉദ്ദേശിക്കുന്നത്. അതായത് വേറൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ലാസ്റ്റ് കുറച്ച് പോയിന്റ് കൂടെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അക്കോമഡേറ്റ് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. എക്സ്പാൻഷറി മോണിറ്ററി പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഉദ്ദേശിക്കുന്ന മണി സപ്ലൈ അളവ് കൂട്ടുക. ഐ മീൻ എക്കണോമി കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുക. എക്കണോമിയിൽ പൈസ ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എക്കണോമി കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് RBI ചെയ്യുന്ന സർട്ടൻ മെഷേഴ്സ് ഉണ്ട്. ലൈക്ക് പറയുവാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയ്ക്കും. പലിശ നിരക്കുകൾ കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിപ്പോ നിരക്കുകളൊക്കെ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്കുകൾ അവരുടെ പലിശ നിരക്കുകൾ കുറയ്ക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഫേമുകൾക്ക്, ഇൻഡസ്ട്രികൾക്ക്
കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ പലിശ കുറച്ച് ലോണുകൾ കിട്ടാൻ സാധിക്കും, വിച്ച് മീൻസ് മോർ ആൻഡ് മോർ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് മോർ ഇൻവെസ്റ്റ്മെന്റ് മീൻസ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ നാട്ടിൽ മണി സപ്ലൈ കൂട്ടാൻ സാധിക്കും. പിന്നെ ബാങ്കുകളിലെ റിസർവ് റിക്വയർമെന്റ്സ് CRR, SLR പോലുള്ള റിസർവ് റിക്വയർമെന്റ് കുറയ്ക്കും. റിസർവ് റിക്വയർമെന്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഡിപ്പോസിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് മാത്രം മാറ്റി വെച്ചാൽ മതി, റിസർവ് ആക്കി ബാക്കി എമൗണ്ട് മുഴുവൻ ലോൺ ആക്കി ബാങ്കുകൾക്ക് കൊടുക്കാൻ സാധിക്കും. ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇൻഫ്യൂസിംഗ് മോർ മണി ഇൻ ടു ദ എക്കണോമി. ദെൻ പർച്ചേസിംഗ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ സെൻട്രൽ ബാങ്ക്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഈ പർച്ചേസിംഗ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പറയുന്ന പേരാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അപ്പൊ ഇവിടെ എക്സ്പാൻഷൻ ആയതുകൊണ്ട് തന്നെ RBI എന്ത് ചെയ്യാൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈബാക്ക് ചെയ്യും. ബൈബാക്ക് ചെയ്യുമ്പോൾ ഈ സെക്യൂരിറ്റി കയ്യിലുള്ള ആൾക്കാർ കൊണ്ടുപോയി RBIയുടെ അടുത്ത് കൊടുക്കുമ്പോൾ അതിൽ തുല്യമായിട്ടുള്ള എമൗണ്ട് RBI അവർക്ക് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ പൈസയുടെ അളവ് ഈ പറഞ്ഞ പോലെ കൂട്ടാനായിട്ടും സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് RBI പ്രധാനമായിട്ടും എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാറുള്ളത്. ഇങ്ങനെ വരുമ്പോൾ ചെയ്യുന്ന ഇതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഫ്യൂവലിംഗ് എക്കണോമിക് ഗ്രോത്ത് ഫ്യൂൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ ഒരു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ കാണാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ആളുകളുടെ കയ്യിലേക്ക് പൈസ പെട്ടെന്ന് എത്തിച്ചെല്ലും. പൈസ എത്തിച്ചെല്ലുമ്പോഴേക്കും ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ വാങ്ങാനായിട്ടും കൂടുതൽ എക്കണോമിക് ഡിമാൻഡ് വർദ്ധിക്കും. പക്ഷേ ഇത്രയും തോതിൽ, വിച്ച് മീൻസ് ഇതേ പേസ് ഓഫ് സ്പീഡിൽ നാട്ടിലെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കത്തില്ല. ഓക്കെ, പിടികിട്ടുന്നുണ്ടാവും. അതായത് ആളുകളുടെ കയ്യിലേക്ക് പെട്ടെന്ന് പൈസ എത്തിച്ചെല്ലും. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർ കൂടുതൽ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. പക്ഷേ ആ ഒരു പേസ് ഓഫ് സ്പീഡിൽ ഏത് വർദ്ധിക്കത്തില്ല, നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആണ് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയുക, മോർ മണി ചേസിങ് ഫ്യൂ ഗുഡ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരികയും അവിടെ വന്നു കഴിയുമ്പോഴേക്കും മാർക്കറ്റിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയിൽ RBI പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും, മാർക്കറ്റിൽ ഇത് ഉണ്ടാകാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ് എന്ന് അറിഞ്ഞുകൊണ്ടിട്ട് തന്നെയായിരിക്കാം ഈ പോയിന്റ് എടുക്കുന്നത്. വിച്ച് മീൻസ് അക്കോമഡേറ്റീവ് മോണിറ്ററി പോളിസി എന്ന രീതിയിലും ഇതിനെ പറയപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ RBI ശ്രമിക്കത്തില്ല മണി സപ്ലൈ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട്. ബിക്കോസ് അത് ഒരു പക്ഷേ ഈ പറഞ്ഞ എക്കണോമിയിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ പോലുള്ള സിറ്റുവേഷൻസിലേക്ക് പോകാനായിട്ട് ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അത്രയും ആവശ്യമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ RBI പറഞ്ഞ പോലെ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാറുള്ളൂ. ഇവിടെ ഇപ്പം വിലയിരുത്തുന്നതാണ്, എന്താവും എന്നറിയത്തില്ല നാളത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ. വിലയിരുത്തപ്പെടുന്നത് RBI എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്തേക്കാം. അതിന്റെ ഭാഗമായിട്ട് 25 ബേസിസ് പോയിന്റ് എങ്കിലും RBI കട്ട് ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. 25 ബേസിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0.25% ആണ്. ഓക്കെ, എക്കണോമിക്സിലെ ഒരു നമ്മുടെ ടേം ആണ്, യൂണിറ്റ് ആണ് BPS അഥവാ ബേസിസ് പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ബേസിസ് പോയിന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ BPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പെർസെന്റേജ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 25 BPS എന്ന് പറഞ്ഞാൽ 0.25% ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഇത്രയെങ്കിലും RBI റിപ്പോ നിരക്കുകൾ താഴ്ത്തിയേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി അറിയില്ല, നാളെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗിന് ശേഷം മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാം. നൈറ്റ് സ്കൂൾ ഫോർ കാൽബലിയ വുമൺ അൺലോക്സ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിൻലി നമ്മൾ നോക്കേണ്ടത് കാൽബലിയ വുമൺ അല്ലെങ്കിൽ കാൽബലിയ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ട് എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, കാൽബലിയ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സ്നേക് ചാർമേഴ്സ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ആ പേര് കിട്ടിയെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി ദേ ആർ ഓൾസോ നോൺ സ്നേക് ചാർമേഴ്സ്. അപ്പോൾ ഇതൊക്കെ UPSCയിലെ ഫിലിംസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒരു പാരഗ്രാഫ് ആയിട്ട് വന്നിട്ട് ഈ കമ്മ്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അപ്പോൾ സ്നേക് ചാർമേഴ്സ് എന്നറിയപ്പെടുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിക്കാരാണ് കാൽബലിയാണ്. ദേ ആർ ദ നോമാഡിക് ട്രൈബ്സ് റിസൈഡിങ് ഇൻ ദ താർ ഡെസേർട്ട് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ താർ ഡെസേർട്ടിലാണ് ഇവർ റിസൈഡ് ചെയ്യുന്നത്, പ്രധാനമായിട്ടും റിസൈഡ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിറ്റിയുടെ ലെജൻഡ് എന്നറിയപ്പെടുന്ന സേജ് ഖനീഫ്നാഥുമായിട്ട് അതിന് ചെറിയൊരു സ്റ്റോറി കണക്ഷൻസ് ഉണ്ട്. വിച്ച് വാസ് ഈ സേജ് ഖനീഫ്നാഥിന്റെ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ മെന്റർ ആയിരുന്ന ഗോരഖ്നാഥ് അദ്ദേഹത്തിന് ഒരു ദിവസം ഈ സേജ് ഖനീഫ്നാഥിന് ഒരു ദിവസം ഒരു ബോൾ ഓഫ് പോയിസൺ ഈ പറഞ്ഞ ഡ്രിങ്ക് ചെയ്യാൻ കൊടുത്തു, ഓഫർ ചെയ്തു. അദ്ദേഹം അത് കുടിച്ചു. ആ കുടിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഗോരഖ്നാഥിനെ ബ്ലസ് ചെയ്യുകയാണ് ചെയ്തത്. ഗോരഖ്നാഥ് ഈ പറഞ്ഞ പോലെ ഖനീഫ്നാഥിനെ ബ്ലസ് ചെയ്തു വിത്ത് ദ എബിലിറ്റി ടു ഇൻജസ്റ്റ് പോയിസൺ ആൻഡ് ഹാൻഡിൽ വെനമസ് ക്രീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടും പോയിസൺ ഈ പറഞ്ഞ പോലെ ഇൻജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ പുറത്ത് ആ ഒരു വരം കിട്ടിയ അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്സ് കിട്ടിയ ഖനീഫ്നാഥിന്റെ ഫോളോസ് ആണ് പിന്നീട് ഈ പറഞ്ഞ പോലെ കാൽബലിയാസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടതും. ഇവർ ശരിക്കും പറഞ്ഞാൽ വാണ്ടറേഴ്സ് ആണ്, നൊമാഡിക് ആയിട്ടുള്ള ആളുകളാണ്. മെയ്ഡ് ലീവിംഗ് സ്നേക് ചാർമേഴ്സ് ആയിട്ടാണ് ഇവർ കൂടുതലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇവർ ഈ പറഞ്ഞ പോലെ ഓഫൺ ഈ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് സെറ്റിൽമെന്റ്സിലൊക്കെ തന്നെ ഇറങ്ങുന്ന സ്നേക്സിനെ റെസ്ക്യൂ ചെയ്യാനായിട്ടും അതുപോലെ വൈൽഡിൽ വെച്ച് കോട്ട് ചെയ്ത ഈ പറഞ്ഞ പോലെ സ്നേക്സിൽ നിന്നും വെനംസ് ഈ പറഞ്ഞ പോലെ എടുത്ത് ഈ പറഞ്ഞ പോലെ ജീവിക്കുന്ന ലൈവ്ലിഹുഡ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പൊ അവരുടെ ഓവർ ദ ടൈം കമ്മ്യൂണിറ്റീസ് ഈ പറഞ്ഞ ഡൈവേഴ്സിഫൈ, ലൈവ്ലിഹുഡിലൊക്കെ തന്നെ മാറ്റം വന്നു. അഗ്രികൾച്ചറിലും കാറ്റിൽ റീറിംഗിലും ആർട്സിലും ഒക്കെ തന്നെ ഇവർ കൂടുതലായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇവർ താമസിക്കുന്നത് മേഷിഫ് ക്യാമ്പുകളിലാണ് കൂടുതലും താമസിക്കുന്നത്. ബിക്കോസ് പെർമനന്റ് ആയിട്ട് ലൊക്കേഷൻ ആയിരിക്കും, നൊമാഡിക് ട്രൈബ്സ് ആണ് കൂടുതലും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇവര് താമസിക്കുന്ന നൊമാഡിക്കലി താമസിക്കുന്ന മേഷിഫ് ക്യാമ്പുകൾ അറിയപ്പെടുന്നവരാണ് ദേറാസ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഈ കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഡാൻസും മ്യൂസിക്കിനും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. വിച്ച് ഇസ് കാൽബലിയ ഡാൻസ്. PYQ ആണ്, UPSCയുടെ
ഉപയോഗിക്കുകയാണ്. കൽബലിയ ഡാൻസ് ഓൾസോ നോൺ സപ്പറ ഡാൻസ് എന്ന് അറിയപ്പെടുന്നത് തന്നെയാണ്. ഇറ്റ്സ് എ ക്യാപ്റ്റിവൈറ്റിംഗ് ആൻഡ് റിതമിക് ആർട്ട് ഫോം ആണ്. വുമൺ അഡോപ്റ്റ് ഇൻ വൈബ്രന്റ് ട്രഡീഷണൽ അറ്റയർ പെർഫോം ദിസ് ഡാൻസ് ദാറ്റ് മിമിക്സ് സ്നേക്ക് മൂവ്മെന്റ്സുകൾ മിമിക് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ ഡാൻസ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. ഈ ഒരു ഡാൻസിന്, അതായത് കാൽബലിയ ഡാൻസിന് യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് പദവി കിട്ടിയിട്ടുണ്ട്. 2010 കിട്ടിയതാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് UPSC ഇതിനൊക്കെ PYQ ആയിട്ടും ചോദിക്കാറുള്ളത്. അപ്പം കാൽബലിയുടെ ഡാൻസ് രാജസ്ഥാനാണ്. അതിന് 2010 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് പദവി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി മറക്കാതെ ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിന് എക്സാം റിലേറ്റഡ് പഠിക്കാനുണ്ടായിരുന്നു. ദെൻ മൂവിംഗ് ഒരു തേർഡ് ആർട്ടിക്കിൾ, ദ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോർ പേജിൽ വന്നിരുന്ന ആർട്ടിക്കിൾ ആണ്. ദ റൈസ് ഓഫ് UPI ഡിജിറ്റൽ പേയ്മെന്റ്സ് എന്ന ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് ഏകദേശം 2013 മുതൽ 2024 വരെയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകളുടെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോഴേക്കും, ഈ ഒരു കണക്കാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഗ്രാഫിലൂടെ ഒക്കെ കാണാൻ സാധിക്കുന്നത്. 2013 മുതൽ 2024 വരെയുള്ള കണക്കെടുത്ത് നോക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഇവിടെ ഡിജിറ്റൽ പേയ്മെന്റുകൾ വർധനം എന്ന് പറഞ്ഞാൽ മോർ ദാൻ 3.5 ടൈംസ്, അതായത് ഓവർ ദ പാസ്റ്റ് 10 ഇയേഴ്സ് 3.5 മടങ്ങ് ഇവിടെ ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റുകൾ വർദ്ധിച്ചു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഏകദേശം ഈ പറഞ്ഞ പോലെ 222 കോടി രൂപയുടെ അധികം ഈ പറഞ്ഞ പോലെ വോളിയം ഓഫ് എക്സ്പെൻസ് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മേഖലയിൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു UPI പേയ്മെന്റുകളോട് നടന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരുപക്ഷെ അത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് കാലങ്ങളിൽ നമ്മളാണെങ്കിൽ കടകളിലൊക്കെ പോകുമ്പോഴേക്കും സാധനങ്ങൾ വാങ്ങാൻ കൂടുതലും ഫിസിക്കൽ ക്യാഷ് ആയിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇപ്പം കൂടുതലും ആളുകൾ UPI പേയ്മെന്റുകളാണ്. ഇപ്പം കടകളുടെ വലുപ്പമോ ചെറുപ്പമോ നോക്കുന്നില്ല. ഈവൻ ചെറിയ ഷോപ്പുകളിൽ പോലും ഈ പറഞ്ഞ പോലെ UPI പേയ്മെന്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഇപ്പം ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു കണക്കിന് പകരം പറയുവാണെങ്കിൽ നല്ലതാണ്. ബിക്കോസ് കൂടുതലായിട്ടും എക്കണോമിയിലെ പൈസ നമുക്ക് അക്കൗണ്ടബിൾ ആക്കാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷൻ നടക്കുന്ന കാരണം ഓരോ പൈസയുടെയും വരവും ചെലവും നമുക്ക് കുറെ അക്കൗണ്ടബിൾ ആക്കാൻ സാധിക്കുന്നതാണ്. വിച്ച് മീൻസ് ബ്ലാക്ക് മണിയുടെ എൻട്രൻസ് കുറച്ചുകൂടി നമുക്ക് ഫിൽട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതും ഈ UPI പേയ്മെന്റുകളുടെ ഇടപാടുകളുടെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയേണ്ട ഒരു കാരണമാണ്. പിന്നെ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്രെഡിറ്റ് ഡിപ്പോസിറ്റ് റേഷ്യോ എന്നൊക്കെ പറയുന്ന ഓരോ കൺസെപ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കറൻസി ഡിപ്പോസിറ്റ്, കുറച്ചുകൂടെ നല്ല കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോയുടെ കണക്ട് ആണ് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ അഥവാ CDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് മണി ഹോൾഡ് ബൈ പബ്ലിക് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ഓക്കെ, പബ്ലിക് ഈ പറഞ്ഞ പോലെ ക്യാഷ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന പൈസ, ക്യാഷ് ആയിട്ട് ഡിവൈഡ് ബൈ വാട്ട് ദേ ഹോൾഡ് ഇൻ ദർ ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ്. ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്താണ് ഹോൾഡ് ചെയ്യുന്നത്, ഇവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നവരാണ് കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ. ആക്ച്വലി ഇങ്ങനെയുള്ള UPI പേയ്മെന്റുകളൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾ കയ്യിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന കുറവാണ്. അപ്പം കൂടുതൽ പൈസ ഇപ്പൊ എങ്ങോട്ടേക്കാണ് നോക്കുന്നത്, അവരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് സൂചിപ്പിക്കുന്നത്. വിച്ച് മീൻസ് CDRന്റെ റേഷ്യോ ഇപ്പോൾ നിലവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു കാര്യമാണ്. കാരണം കയ്യിൽ ആൾക്കാർ പൈസ വെക്കുന്നില്ല, കൂടുതൽ ബാങ്കിലേക്ക് അല്ലല്ലോ. ഈ കൂടുതൽ ബാങ്കിലേക്ക് നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും മുഴുവനും പൈസ നമ്മൾ ചിലവാക്കില്ല, കുറേയൊക്കെ ബാങ്കിൽ സൂക്ഷിക്കും. അതിന്റെ ഭാഗമായിട്ട് ബാങ്കിന് ഈ പറഞ്ഞ പോലെ ലെൻഡിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ബാങ്കിന്റെ കയ്യിൽ കൂടുതൽ എക്സ്ട്രാ ഫണ്ട് കിട്ടുവാണല്ലോ. വിച്ച് മീൻസ് കൂടുതൽ ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നാട്ടിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ ബാങ്കിന്റെ ലെൻഡിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റിലേക്ക് വരുന്നു. അതൊക്കെ ഒരു പോസിറ്റീവ് സൈൻ ആയിട്ട് പറയാനുണ്ട്. സോ UPI പേയ്മെന്റിലൂടെ നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബാങ്ക് എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വർദ്ധിച്ചു. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വർദ്ധിച്ച് ബാങ്കിന്റെ ലെൻഡിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും ഇടയാക്കി എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ശരി, ഫർദർ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് UPI കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ. UPI ഇസ് എ റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റം ആണ്. ഡെവലപ്ഡ് ബൈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഡെവലപ്പ് ചെയ്ത്. ദാറ്റ് എനേബിൾസ് ഇൻസ്റ്റന്റ് മണി ട്രാൻസ്ഫേഴ്സ് ബിറ്റ്വീൻ 2 ബാങ്ക് അക്കൗണ്ട്സ് യൂസിങ് എ മൊബൈൽ പ്ലാറ്റ്ഫോം. മൊബൈൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ബാങ്കിൽ നമ്മളിപ്പോൾ പോയി പൈസ അയക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ടൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബാങ്കിൽ പോയിട്ട് ഇപ്പോൾ ക്യൂ നിന്ന് പൈസയൊക്കെ അയക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ബാങ്കിന്റെ അവേഴ്സിൽ തന്നെ നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ആ ബാങ്ക് അവേഴ്സ് കഴിഞ്ഞാൽ ആരെങ്കിലും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. 24/7 നമുക്ക് ഈ പറഞ്ഞ പോലെ കിട്ടേണ്ട ആളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലും നമുക്ക് ആവശ്യമില്ല. ആളുടെയും ഈ പറഞ്ഞ UPI പേയ്മെന്റ് UPIയുടെ ID ഉണ്ടെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും 24/7 ഈ പറഞ്ഞ പോലെ നെറ്റ് കണക്ടിവിറ്റി, ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നൊരു പോയിന്റ് അവിടെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ ആണെങ്കിൽ നമുക്ക് 24/7 ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈ പറഞ്ഞ പോലെ പൈസയും കാര്യങ്ങളൊക്കെ അയക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 2016 UPI എന്നുള്ള ഒരു കൺസെപ്റ്റ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെ അന്ന് 24/7 ഫണ്ട്സ് ഇൻസ്റ്റന്റ്ലി ട്രാൻസ്ഫർ ചെയ്യാം, മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് വെർച്വൽ പേയ്മെന്റ് അഡ്രസ്, ഇതാണ് VPA എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു VPA അഡ്രസ് ഉണ്ടാവുമല്ലോ. ഏതാണോ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്, അറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള നമ്മുടെ ഒരു പേര് വെച്ചിട്ട് നമ്മൾ അറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ VPA വെർച്വൽ പേയ്മെന്റ് അഡ്രസ് ഈ പറഞ്ഞുള്ളത്. ഈ അഡ്രസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടൊക്കെ തന്നെ സാധിക്കാവുന്നതാണ്. അല്ലാതെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ലൈക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ട കാര്യമില്ല, IFSC കോഡ് കൊടുക്കേണ്ട കാര്യമില്ല. ആ ഒരു വെർച്വൽ പേയ്മെന്റ് അഡ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തികളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് UPIയുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയേണ്ടി വരുന്നത്. അപ്പൊ ഇതിലൂടെ ഉണ്ടായ റീസെന്റ് ഡെവലപ്മെന്റ്സ് പറഞ്ഞിരിക്കണം. കാരണം ഇതൊക്കെ നമുക്ക് പ്രിലിംസിന് ചോദിക്കാനുള്ള സാധ്യതയുള്ളതാണ്. അതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആണ് UPI ലൈറ്റ് എന്ന് പറയുന്നത്. UPI പേയ്മെന്റുകൾ നടത്തുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടാതിരിക്കുക എന്ന് പറയുന്നത്. അതായത് നെറ്റിന്റെ കണക്ടിവിറ്റി ഇല്ല എങ്കിൽ നമുക്ക് പലപ്പോഴും ആ ട്രാൻസാക്ഷൻ അവിടെ പൂർത്തീകരിക്കാൻ പറ്റാറില്ല. അപ്പൊ ഇതിനൊരു പരിഹാരമാണ് UPI ലൈറ്റ് എന്ന് പറയുന്നത്.
അതായത് നമ്മൾ കൂടുതൽ ഇപ്പോൾ കടകളിലാണ് ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, അതായത് ഉദ്ദേശിക്കുന്ന 1000 രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷൻസ്, അതൊക്കെയാണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും. അതിന് ഈ പറഞ്ഞ UPI ലൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതായത് നമ്മളൊരു വാലറ്റ് പോലെയിരിക്കും, അതിലേക്ക് ഈ 1000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ കടയിൽ കയറിയിട്ട് അതിൽ താഴെ ഒരു എമൗണ്ട് ആണ് നമുക്ക് അടയ്ക്കേണ്ടതെങ്കിൽ നെറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്കത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ റീസെന്റ് ഇതിന്റെ ഒരു സക്സസ് റേറ്റ് മനസ്സിലാക്കി, അതായത് കൂടുതൽ ആളുകൾ ഇത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ RBI അതിന്റെ ടോട്ടൽ ലിമിറ്റ് 5000 രൂപയായിട്ട് ഉയർത്താനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ 5000 രൂപയുടെ ട്രാൻസാക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് UPI ലൈറ്റ് എന്നുള്ള സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമുക്കത് ട്രാൻസാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ഈ ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇത്തരത്തിലുള്ള UPI ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ എക്സ്പ്ലോർ UPI ലൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിന്റെ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കാണാറുള്ളത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ഇതിന്റെ അടുത്തൊരെണ്ണമാണ് UPI 123 പേ. അതായത് ഇപ്പൊ നമ്മൾ UPI എന്ന് പറയുമ്പോഴേക്കും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഫീച്ചർ ഫോൺസ് ഉപയോഗിക്കുന്ന ആളുകളിലേക്കും കൂടുതലും ഇത്തരത്തിലുള്ള UPI പേയ്മെന്റുകൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് UPI 123 പേ എന്ന് പറയുന്നത്. UPI പേയ്മെന്റ്സ് നമുക്ക് ഫീച്ചർ ഫോൺ മീൻസ് നോർമൽ ആയിട്ട് കീപാഡ് ഫോണുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അതിന്റെ പറ്റിയാണ് UPI 123 പേ എന്നുള്ള കാര്യം ഓർക്കുക. അത് വോയിസ് കമാൻഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും അത് ഈ പറഞ്ഞ പോലെ അത് വർക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. OTP ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അത് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇതിനടുത്താണ് UPI പേയ്മെന്റ് ലിമിറ്റിന്റെ കാര്യത്തിൽ RBI വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് നമുക്ക് UPI പേയ്മെന്റിലൂടെ ചെയ്യാൻ പറ്റുന്ന അറ്റ് എ ടൈം 1 lakh rupees ട്രാൻസ്ഫർ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഒരു ദിവസം ഇപ്പോൾ UPI പേയ്മെന്റ് ലിമിറ്റ് ഉപയോഗിച്ച് 5 ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും അതിന്റെ ഒരു റീസെന്റ് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. ഇതൊക്കെയാണ് UPIയുടെ റീസെന്റ് ഡെവലപ്മെന്റ്സ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതുപോലെ UPIയുടെ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരുപാട് അധികം വർദ്ധിച്ചിട്ടുണ്ട്. 3.5 ടൈംസ് ഈ പറഞ്ഞ പോലെ വർദ്ധിക്കാൻ ഇടയാക്കി എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇതിലൂടെ നമ്മുടെ നാട്ടിലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വർദ്ധിച്ചു. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വർദ്ധിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CDR അഥവാ കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ ഈ പറഞ്ഞ പോലെ താർന്നു. കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ആളുകൾ ഹോൾഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കുറഞ്ഞിട്ടുണ്ട്. കൂടുതലും ബാങ്ക് കൂടി ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബാങ്കിലേക്ക് എക്സ്ട്രാ ലിക്വിഡ് ചെയ്യുന്നു. ആ ബാങ്കിലേക്ക് വരുന്ന എക്സ്ട്രാ ലിക്വിഡിറ്റി മൂലം അവർക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ ലെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതിനാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വർദ്ധിച്ചു എന്നുള്ള പോയിന്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ സാധിക്കും. സോ UPIയുടെ ഒരു സിഗ്നിഫിക്കൻസ് ആയിരുന്നു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതിലൂടെ ബാങ്കുകൾക്ക് കൂടുതൽ ലെൻഡിങ് കപ്പാസിറ്റി കിട്ടി എന്നുള്ളതും നല്ലൊരു പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിലൂടെ എല്ലാം നമ്മൾ നോക്കുമ്പോഴേക്കും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും നമ്മൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പണ്ട് ഈ പറഞ്ഞ പോലെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ബാങ്കിങ് അവേഴ്സിൽ ചെന്നിട്ടായിരുന്നു ഫണ്ടുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ബാങ്കിങ് അവേഴ്സിൽ മാത്രമല്ല 24/7 ഏതൊരു ടൈമിലും നമുക്ക് ബാങ്ക് ഈ പറഞ്ഞ പോലെ ബാങ്കിൽ ചെല്ലാതെ തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഫണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുക്കാനായിട്ട് UPI സഹായിക്കാറുണ്ട്. വിച്ച് ഇസ് നത്തിങ് ബട്ട് അത് UPIയുടെ സിഗ്നിഫിക്കൻസ് ആണ്. ഇനിയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ കൂടുതൽ ബിസിനസ് വളരാനായിട്ട് സഹായിക്കും. ഇതിനാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയിട്ട് UPI സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയും സിഗ്നിഫിക്കൻസ് UPIക്ക് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ UPI ഒരുപാടധികം ചലഞ്ചസുകളും ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. ചില ചലഞ്ചസ് പറയുകയാണെങ്കിൽ സൈബർ സെക്യൂരിറ്റി കൺസേൺസ്, അതായത് ടെക്നോളജി വർദ്ധിക്കുമ്പോൾ അതിന്റെ ഓട്ടോമാറ്റിക്കലി മറ്റു സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ഇവിടെയാണ് UPI ട്രാൻസാക്ഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ഹാക്ക് ചെയ്യുക, നമ്മുടെ ഫോണുകളൊക്കെ ഹാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഹാക്ക് ചെയ്ത് ഫ്രോഡന്റ് ആക്ടിവിറ്റീസിലൂടെ ഈ പറഞ്ഞ പോലെ ആളുകളുടെ വിവരങ്ങൾ തട്ടിയെടുക്കുക, ഇങ്ങനെയുള്ള കൺസേൺസ് വരുമ്പോഴേക്കും ആളുകളുടെ ഉള്ളിൽ തന്നെ ഒരു മടി ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാനായിട്ട് അവർക്കൊരു പേടി ഉണ്ടാവും. ഇത് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ അഡ്വാൻറ്റേജിനെ തകർത്ത് കളഞ്ഞേക്കും. ലൈക്ക് പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒക്കെ വീണ്ടും ലോവർ ആകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. പിന്നെ സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ലൈക്ക് പറയുവാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നെറ്റ് ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ ട്രാൻസാക്ഷൻ ഫെയിൽ ആകാറുണ്ട്. ഇപ്പൊ ആളുകളുടെ കയ്യിൽ കറൻസി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. ആളുകൾ കൂടുതലും ബാങ്കിൽ കൊണ്ടാണ് വെക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ സാധനം കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ സാധനം പർച്ചേസ് ചെയ്തിട്ട് ഈ ട്രാൻസാക്ഷൻസ് വർക്ക് ആകാതെ വരുന്ന ഒരു സിറ്റുവേഷനും വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അത് വരുമ്പോഴും ആളുകൾ വീണ്ടും പഴയ രീതിയിലേക്ക് കയ്യിൽ കൂടുതൽ ക്യാഷ് ഹോൾഡ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി അതിന്റെ ഡിപ്പെൻഡൻസ് വളരെ കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ UPI ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഇപ്പൊ നിലവിൽ മാക്സിമം 5000 രൂപ വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുകളിലേക്ക് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൃത്യമായിട്ട് വേണം. അതുകൊണ്ട് തന്നെ റൂറൽ ഏരിയാസിലേക്ക് നമുക്ക് അല്ലെങ്കിൽ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിൽ UPI അത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് അവിടങ്ങളിൽ റിമോട്ട് മീൻസ് അവിടങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ചിലപ്പോൾ ഫെയിൽ ആകാനുള്ള ചാൻസും വളരെ വളരെ കൂടുതലാണ്. പക്ഷെ ഇത്രയും ഇഷ്യൂസ് നമുക്ക് ഒന്ന് പരിഹരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറേയും കൂടി ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് UPIയിൽ പേയ്മെന്റിൽ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വർദ്ധിപ്പിക്കാനായിട്ടും എക്കണോമിയുടെ ഗ്രോത്തിനെ തന്നെ അത് സഹായിക്കും എന്നുള്ളൊരു പോയിന്റും കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ആർട്ടിക്കിലേക്ക് മൂവ് ചെയ്യാം. സ്ട്രൈക്കർ ഇൻഫൻട്രി വെഹിക്കിൾ talks with US progresses javelin to be re-demonstrate എന്നുള്ള ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് എന്താണ് ഈ സ്ട്രൈക്കർ ഇൻഫൻട്രി വെഹിക്കിൾസ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലാണ് പഠിക്കേണ്ടതുള്ളൂ. സോ ഇതാണ് ആ ഒരു സ്ട്രൈക്കർ ഇൻഫൻട്രി വെഹിക്കിൾസ് US ഭാഗമായിട്ടുള്ള നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വെഹിക്കിൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് ആർമേർഡ് ആയിട്ടുള്ള ടാങ്ക് വെഹിക്കിൾ ആണ്. ഓക്കെ,
അപ്പോൾ ഈ ഒരു വെഹിക്കിൾ പ്രത്യേകത പറയുവാണെങ്കിൽ ഇറ്റ്സ് എ ഫാമിലി ഓഫ് 8 വീൽ ഡ്രൈവ് കോമ്പാറ്റ് ആർമോർഡ് ഇൻഫൻട്രി കോമ്പാറ്റ് വെഹിക്കിൾ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വൺ സൈഡിൽ തന്നെ 4 ഉണ്ട്, മറ്റേ സൈഡിൽ റോഡ് ഡ്രൈവ് ആണ്. ടോട്ടൽ 8 വീൽഡ് ആയിട്ടുള്ള ഒരു ആർമോർഡ് വെഹിക്കിൾ ആണ്. ആ ഒരു കാറ്റഗറിയിലാണ് ഇതിനെ വെക്കാൻ സാധിക്കുന്നത്. ഇത് US-ന്റെ ഭാഗമായിട്ടുള്ള വെഹിക്കിൾ ആണ്. ജോയിന്റ് ഡെവലപ്പ് ബൈ ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റംസും ഓഫ് കാനഡയും ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റം ഡിവിഷൻ US കൂടെ ചേർന്നിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്ന കാര്യം ഓർത്തിരിക്കണം. ഇത് ഫസ്റ്റ് ന്യൂ മിലിറ്ററി വെഹിക്കിൾ ഇൻഡക്ട് ഇൻ ദി US ആർമി സിൻസ് 1980s ആണ്. 1980s ശേഷം US ആർമിയിലേക്ക് ഇൻഡക്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ന്യൂ മിലിറ്ററി വെഹിക്കിൾ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. സിൻസ് അബ്രാംസ് ടാങ്കിൻ 1980 ശേഷം US ആർമിയിലേക്ക് ഇൻഡക്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ന്യൂ മിലിറ്ററി വെഹിക്കിൾ കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇതാണ് ഇപ്പോൾ നമ്മൾ വാങ്ങാനായിട്ട് പോകുന്നത്. ബിക്കോസ് ഇതിന് ഹൈലി കേപ്പബിൾ ആണ്. ഹൈലി കേപ്പബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ടാങ്കുകൾ ഈ പറഞ്ഞ പോലെ പോകുന്നതിനേക്കാളും ഹൈലി സ്പീഡിൽ ഈ പറഞ്ഞ മൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു മെറ്റൽ എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. വിച്ച് മീൻസ് നമ്മുടെ മൈൻസിന്റെ ഒക്കെ മുകളിലൂടെ കയറി പോയാലും അതെങ്ങനെ ബേസ്റ്റ് ചെയ്താലും ഈ ഒരു വെഹിക്കിൾസിന് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെഹിക്കിൾസിന് ഈ പറഞ്ഞ ഒരു ലൊക്കേഷൻ മറ്റൊരു ലൊക്കേഷനിലേക്ക് ഫാർ ഓൺ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും വിത്ത് ഹെൽപ്പ് ഓഫ് ചിനൂക്ക് ഹെലികോപ്റ്റേഴ്സ്. നമ്മൾ US-ന്റെ ഭാഗയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഹെലികോപ്റ്റേഴ്സ് ആണ് ചിനൂക്ക് ഹെലികോപ്റ്റേഴ്സ്. ആർമിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വെഹിക്കിൾസ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ചിനൂക്ക് ഹെലികോപ്റ്റേഴ്സ്. ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ വരുന്നതാണ്. ആ ചിനൂക്ക് ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ എയർഫോഴ്സിന്റെ കയ്യിലുള്ള ചിനൂക്ക് ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ട്രൈക്കർ എന്ന് പറയുന്ന ഈ ഒരു ഇൻഫൻട്രി വെഹിക്കിൾസിനെ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും ഇതിന്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഈ ഒരു വെഹിക്കിളിന്റെ ഈ പറഞ്ഞ രീതിയിൽ മെയിൻ പോയിന്റുകൾ പറയുവാണെങ്കിൽ 480 ആണ് ഇതിന്റെ 484 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയാൻ സാധിക്കുന്നത്. ഫുൾ ടാങ്കിൽ 484 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദാറ്റ് വിത്ത് എ മാക്സിമം സ്പീഡ് ഓഫ് 100 km/h. അതാണ് നോർമൽ ടാങ്കിനേക്കാളും കൂടുതൽ വേഗത കൈവരിച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മിലിറ്ററി വെഹിക്കിൾ കൂടിയാണ്. അതുപോലെ റഫ് ടെറൈൻസിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ് ഈ സ്ട്രൈക്കർ ആർമേർഡ് ഇൻഫൻട്രി കോമ്പാറ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡീൽസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയും US നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് വൺസ് ഫൈനലൈസ് ആയി കഴിയുമ്പോഴേക്കും വീണ്ടും നമുക്ക് വാർത്തയിൽ കാണാൻ സാധിക്കും. അന്ന് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ഒരു MCQ ആണ്. UPSCയുടെ PYQ തന്നെയാണ്. പ്രിലിംസ് 2017 ചോദിച്ചതാണ്. UP ആയിട്ട് ബന്ധപ്പെട്ട യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിലിംസിന്റെ ചോദ്യം തന്നെയാണ്. ഇത് ABCD 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും ക്ലാസ് കേട്ടതിന് ശേഷം. എന്തായാലും പറഞ്ഞ പോലെ ഈ ഒരു ആൻസർ പറഞ്ഞ ഇതിന്റെ കറക്റ്റ് ആൻസർ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.